Celebrating 50 years. Majestic Jewelers. കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ച മൊയ്നലി തങ്ങൾക്കെതിരെ തൽക്കാലം നടപടിയില്ല. മൊയ്നലിക്കെതിരായ നടപടി പാണക്കാട് ഹൈദരലി തങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മൊയ്നലിയെ അസഭ്യം പറഞ്ഞ ലീഗ് പ്രവർത്തകൻ റാഫി പുതിയകടവിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. നേതൃയോഗത്തിൽ പാണക്കാട് കുടുംബവും കെ എം ഷാജിയും എം കെ മുനീറും മൊയ്നലിയെ പിന്തുണച്ചു. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച മൊയ്നലി തങ്ങൾ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്ന് പാർട്ടിക്കുള്ളിൽ പൊതുവികാരം ഉയർന്നിട്ടുണ്ട്. മൊയ്നലിക്കെതിരെ നേതൃയോഗത്തിൽ നടപടിയുണ്ടായേക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. എന്നാൽ മൊയ്നലിക്കെതിരെ തൽക്കാലം നടപടിയെടുക്കേണ്ടതില്ലെന്നാണ് പാർട്ടി ഉന്നതാധികാര യോഗത്തിലെ തീരുമാനം. മൊയ്നലിയുടേത് തെറ്റായ പ്രവണതയാണെന്ന് നേതൃയോഗം വിലയിരുത്തി. യോഗ വിലയിരുത്തൽ ചികിത്സയിലുള്ള പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ അറിയിക്കും. ഇതിനുശേഷമായിരിക്കും നടപടിയെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം വാർത്താ സമ്മേളനത്തിനിടെ മൊയ്നലിയെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത ലീഗ് പ്രവർത്തകൻ റാഫി പുതിയകടവിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി നേതൃയോഗത്തിലേക്ക് മൊയ്നലിയെയും വിളിച്ചു വരുത്തിയിരുന്നു. ചെയ്ത തെറ്റിനെക്കുറിച്ച് മൊയ്നലിയെ ബോധവൽക്കരിച്ചതായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. അതേസമയം നേതൃയോഗത്തിൽ മൊയ്നലി തങ്ങളെ പൂർണ്ണമായും പിന്തുണച്ച് പാണക്കാട് കുടുംബം ഒറ്റക്കെട്ടായി രംഗത്തെത്തിയെന്നാണ് വിവരം. കെ എം ഷാജിയും എം കെ മുനീറും കൂടി മൊയ്നലിയെ പിന്തുണച്ചതോടെ നടപടി വേണ്ടതില്ലെന്ന നിഗമനത്തിലേക്ക് യോഗം എത്തുകയായിരുന്നു. അതേസമയം മൊയ്നലി ഉയർത്തിയ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ മൊയ്നലിക്ക് പിന്തുണയുമായി യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് അൻവർ സാദത്തും രംഗത്തെത്തിയിരുന്നു. ലീഗ് ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്നായിരുന്നു അൻവർ സാദത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മൊയ്നലി ഉയർത്തിയ പ്രശ്നങ്ങൾ ലീഗ് ഗൗരവത്തിൽ ചർച്ച ചെയ്യണമെന്നും പോസ്റ്റിൽ ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യമായാണ് ഒരു യൂത്ത് ലീഗ് നേതാവ് പരസ്യമായി മൊയ്നലിയെ അനുകൂലിച്ച് രംഗത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചന്ദ്രികയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചുകൊണ്ട് മൊയ്നലി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ED നോട്ടീസ് ലഭിക്കാൻ കാരണം പി കെ കുഞ്ഞാലിക്കുട്ടിയാണെന്നും 4 പതിറ്റാണ്ടായി ലീഗിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെന്നും മൊയ്നലി തങ്ങൾ വിമർശിച്ചിരുന്നു. പാർട്ടി ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയതായും മൊയ്നലി ശിഹാബ് തങ്ങൾ കുറ്റപ്പെടുത്തിയിരുന്നു.